ഈ പ്രദേശവാസികളിൽ ചിലരൊക്കെ ഇത് വലിയ ശബ്ദം കേട്ടതായി പറയുന്നു, കുലുക്കം അനുഭവപ്പെട്ടതായി പറയുന്നു. ഇപ്പോഴത്തേക്കും ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ജിയോളജി വകുപ്പാണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇനി ഇത് തുടർ പ്രകമ്പനങ്ങൾക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. അതുവരെ എന്താണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്? അവരെങ്ങനെയാണ് ഇതിനെ, ഈ പ്രത്യേക സാഹചര്യത്തെ കൺസിഡർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? അമ്പൂത്തിയിലുള്ള സുധീരേട്ടനുണ്ട് എൻ്റെ കൂടെ. അദ്ദേഹം ഇവിടെ ഒരു കട നടത്തുകയാണ്. എന്താണ് അനുഭവപ്പെട്ടത്? ഞാൻ കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ശബ്ദം കേട്ടിട്ട് ഞാൻ പിന്നെ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ കടേൻ്റെ ഈ മുകളിൽ ടിൻഷീറ്റാണ്. അപ്പോൾ ടിൻഷീറ്റ് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. ആ ജർക്ക് ചെയ്ത് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് മലയുടെ മുകളിൽ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് തോന്നിയത്. പാറ ഉരുളുന്ന പോലത്തെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഭൂമിക്ക് തരിപ്പം അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ കട ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പുറത്തേക്കാണോ ഇങ്ങനെ ശങ്കിച്ചെന്നു. പിന്നെ എനിക്ക് തോന്നലാണോ എന്ന്. പിന്നെ നോക്കുമ്പോൾ ആ പരിസരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഇത് ഈ പ്രദേശത്തൊക്കെ ഒട്ടുമുക്ക ആളുകളും ഇത് കേട്ടിട്ടുണ്ട്. എത്ര സമയം ഉണ്ടായിരുന്നു? കുറഞ്ഞൊരു സെക്കൻഡേ ഉണ്ടായിട്ടുള്ളൂ. കുറഞ്ഞ ഒരു സെക്കൻഡ്. ഒരു വലിയൊരു സൗണ്ട് ഞങ്ങൾ കേട്ടു. നമ്മൾ ഈ മട്ടിപ്പാറൊക്കെ ഇങ്ങനെ ഈ ഉപ്പിട്ട് വെടിവെക്കുമ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്ന സൗണ്ട് ഉണ്ടാവും. അതേപോലത്തെ ഒരു സൗണ്ടാണ് ഫീൽ ചെയ്തത്. എത്ര ആളുകൾ, പരിസരത്തുള്ള ആളുകൾക്കൊക്കെ? അപ്പൊ പിന്നെ എടക്കൽ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചു. ഗുഹേന്റെ താഴ്വാരത്തുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു. അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ജനൽച്ചിൽ ഇങ്ങനെ ഭൂമി, പിന്നെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര മുഴക്കം കേട്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് കേട്ടത് അവർക്ക് കേട്ടത് സംഭവം സെയിം ശബ്ദം തന്നെയാണെന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ വിളിച്ച് ഇവരെ അറിയിച്ചത്. കൂടുതൽ ആളുകൾ കേട്ടതായിട്ടുള്ള അറിഞ്ഞു. തീർച്ചയായും സുധീരേട്ടൻ ഇവിടെ കട നടത്തിയാണ്. അദ്ദേഹത്തിന്റെ കടയുടെ മുകളിലുള്ള ഷീറ്റിട്ട ഭാഗമുണ്ട്. അത് ഒരു ജർക്കിങ്, അല്ലെങ്കിൽ അതൊരു വിറയ്ക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന് കുറച്ച് നിമിഷ നേരം അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ തരത്തിലുള്ള ഒരു പ്രതിഭാസം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അസ്വാഭാവികമായത് തന്നെയാണ്. ഏതായാലും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ ശാസ്ത്രീയമായ വിശദീകരണമൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തുണ്ട്. പക്ഷേ പ്രാഥമികമായും അവർ ചെയ്യേണ്ടത് ചില വിദ്യാലയങ്ങൾക്ക് അവധി നൽകുക, അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുക, തൊഴിലാളികളെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല. അത്തരം ഒരു ആശങ്കയിലേക്ക് വന്നിട്ടില്ല. ശാസ്ത്രീയമായി എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇനി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്.